കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ കർത്താവിലേക്ക് വന്നപ്പോൾ കർത്താവിനെ ആദ്യം ചെയ്യുന്നത്, ഞാൻ ഏറ്റവും സ്ട്രോങ് ഹോൾഡ് എന്ന് വിശ്വസിച്ചിരുന്ന എൻ്റെ ആ സാമ്പത്തികത്തെ തകർക്കുകയായിരുന്നു സാർ. എനിക്കിനി ഒരിക്കലും ഒന്നും പറ്റില്ല എന്നുള്ളൊരു ചെറിയ അഹങ്കാരം മുന്നിൽ വന്നു തുടങ്ങിയായിരുന്നു. പക്ഷെ കർത്താവ് ഞാൻ സഭയോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത്, ഞാൻ ഏതാണോ എൻ്റെ സ്ട്രോങ് ഹോൾഡ് എന്ന് പറഞ്ഞ് അതിനെ കർത്താവ് അങ്ങ് തകർത്തു. തകർക്കുക മാത്രമല്ല, എന്നെ കടബാധ്യതനായി മാറ്റി. എന്നെ അവിടുന്ന് കർത്താവ് എന്നെ പടിപടിയായി ആ ദൈവസ്നേഹത്തിൽ എന്നെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരിക്കലും നീലംബരിശാകാൻ അവൻ സമ്മതിച്ചിട്ടില്ല. ഒന്ന് നന്ദി പറയാൻ കർത്താവിന്. എത്ര വീണാലും നാം നിലംബരിശാകാൻ അവൻ നമ്മെ സമ്മതിക്കത്തില്ല. നമ്മൾ അനുദിനം പ്രത്യാശയിൽ നടത്തും. മകനെ, നിനക്കതാ ഇത് വരുന്നുണ്ട്, നിനക്കതാ ഇത് വരുന്നുണ്ടെന്ന് ഇങ്ങനെ ഓരോരോ ദൂതുകൾ കർത്താവ് നേരിട്ടും പ്രവാചകന്മാരിലൂടെയും അനേക ദൂതുകൾ വഴി നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ നന്ദി പറയാതിരിക്കാൻ കഴിയും? ഹല്ലേലൂയ. അതുകൊണ്ട് ഈ തകർച്ചയ്ക്കായി കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. എന്നെ തകർത്തതിനായി നമുക്കൊന്ന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നന്ദി പറയാം. നന്ദി, നന്ദി. ഹല്ലേലൂയ. നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. 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 ഒരിക്കൽ കൂടി, നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിലും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിലും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിൽ. ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവും. നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഇതിനോട് കൂടി ഒരു കാര്യം കൂടി, നമുക്ക് ഈ തകർച്ചയിൽ നിന്ന് കർത്താവൊക്കെ നന്മകൾ തരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നന്മകൾ ഒരിക്കലും അതൊരു വിഗ്രഹമായി പോകരുത്. അപ്പോഴും കർത്താവ് ചോദിക്കും, നീ മറ്റെന്തിനേക്കാളും എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. ഹല്ലേലൂയ. ഉറപ്പോടെ പറയാൻ പറ്റണം, അപ്പാ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന്. ഇടയ്ക്കെപ്പോഴും എനിക്ക് ലഭിച്ചൊരു നന്മ, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വറി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നോട് കർത്താവ് ഒരു ദർശനത്തിൽ എന്നോട് പറഞ്ഞു, നീ അതിനെ കുഴിച്ചിടാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. ഹല്ലേലൂയ. എന്നോട് കാണിച്ച് എനിക്ക് തന്ന നന്മയെ ഒരു മണ്ണ് കുഴിയെടുത്ത് അതിൽ വെട്ടി അതിൽ മൂടുന്നത് തന്നെ കാണിച്ചു കർത്താവ്. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് എന്നോട് പറഞ്ഞത് എന്താണെന്ന്. എനിക്ക് മനസ്സിലായി എൻ്റെ ആ വിഗ്രഹത്തെ കുഴിച്ചു മൂടാനാണ് പറഞ്ഞതെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കലും കർത്താവിനേക്കാൾ കൂടുതൽ മറ്റൊന്നിനെയും സ്നേഹിക്കരുത്. ഒന്ന് പറയാം നമുക്ക് അധരം തുറന്ന്, കർത്താവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന്. അധരം തുറന്ന്, അതൊരു ജൽപ്പനമായിട്ടല്ല, ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് അപ്പനോട് പറ, അപ്പാ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന്. നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എന്നെ തകർത്തതിനായി നന്ദി. നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ
ചതച്ചുവല്ലോ. പാവത്താൽ മുറിവേറ്റ എന്നെ നിന്റെ വാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാവത്താൽ മുറിവേറ്റ എന്നെ നിന്റെ വാണിയാൽ ചേർത്തണച്ചുവല്ലോ. അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ഒരിക്കൽ കൂടി ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന